ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് ചെറിയ ചില കാരണങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീട്. അപ്പം വീട് പൊളിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തായിട്ട് പണിയുന്നതാണ് നമ്മൾ പുതിയതായിട്ട് മാറി താമസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഷെഡ്. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അധികമൊന്നും കാണാനില്ല കേട്ടോ. കാണുന്ന ആൾക്കാരൊന്നും ഇതിൻ്റെ കുറ്റം പറയരുതേ. നമ്മുടെ വീട് ഹാൾ ഇതാണ്. അതിനുശേഷം ഇതാണ് ഞങ്ങളുടെ റൂം. ഇപ്പം ഞങ്ങൾ ഇത് പൊളിക്കാനുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടെ ഇരുന്നാട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ സെറ്റപ്പ് സാധനങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത്. ഞാൻ ആ കട്ടിലിൽ 2 പില്ലോ വെച്ചിട്ട് അതിൻ്റെ മേളിലിരുന്നിട്ടാണ് സാധാരണ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വേറൊരു റൂം. ഇവിടെ എൻ്റെ അച്ഛൻ കിടക്കുന്ന സ്ഥലം കേട്ടോ. അതിനുശേഷം നമുക്ക് അകത്തായിട്ട് വേറൊരു റൂം കൂടെ ഉണ്ട്. പിന്നെ യെസ്, ഇവിടുന്ന് നേരെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നടുക്കത്തെ ആ ഒരു റൂം. അതിനുശേഷം അതെൻ്റെ ഓവനാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കും. പിന്നീട് നമ്മുടെ ഭിത്തിയും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ വിണ്ടിരിക്കുന്ന കാരണം നമ്മൾ ലൈഫിന് അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ നമുക്ക് ഫണ്ട്, അതായത് സർക്കാരിൻ്റെ ആദ്യത്തെ ആ ഒരു 40,000 രൂപയുണ്ടല്ലോ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെ ആയിട്ട് നേരത്തെ ഞങ്ങളുടെ പണ്ടത്തെ ഒരു അടുക്കളയായിരുന്നു ഇത് ഫുള്ളും ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കണ്ടില്ലേ സൂര്യപ്രകാശം, അതാണ്. അപ്പോൾ ആ ഒരു ലെവലിലിരിക്കുന്നത് കാരണം നമുക്കിവിടെ ശരിക്കും അങ്ങ് താമസിക്കാനൊന്നും പറ്റില്ല. അപ്പം ആ ഒരു കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ഒരു ഷെഡിലേക്ക് അങ്ങ് മാറാം. പതിയെ നമുക്ക് വീടിൻ്റെ ആ ഒരു പണിയൊക്കെ തുടങ്ങാമെന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയും മറിച്ചും ഒക്കെ വയ്ക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടാകും ഫുഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് അതിനുള്ള ആ ഒരു ചോറൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നീട് ഇതാണ് നമ്മുടെ അടുക്കള. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു വിശേഷങ്ങൾ. ഇനി ഈ വർക്ക് ഏരിയ, ഈ ഒരു ഡോറ് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെയാണ് ഞങ്ങൾ ജനിച്ച് വളർന്ന ഞങ്ങളുടെ വീടിൻ്റെ ഒരു ലുക്കാണിപ്പോൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് പൊളിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം. എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ വീടിൻ്റെ ആ ഒരു കട്ടകളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. കണ്ടോ, ഈ വരുന്ന ബ്ലാക്ക് ഷർട്ടാണ് നമ്മുടെ കഥയിലെ നായകൻ. അതുപോലെ തന്നെ ഇതെൻ്റെ ആങ്ങളെയാണ്, ഇതെൻ്റെ ചേച്ചിയാണ്. ഈ കാണുന്നതാണ് നമ്മൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഷെഡ്. അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രതിഷ്ഠയാണ്, ബ്രഹ്മരക്ഷസിൻ്റെതാണ്. ആഴ്വാഞ്ചേരി ഇല്ലത്തെ ബ്രഹ്മരക്ഷസാണ്. അപ്പം ആ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു ഷെഡിലേക്ക് മാറാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാം നല്ലതുപോലെ തന്നെ വരുമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളും അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് മഞ്ഞളൊക്കെ ഞാൻ നട്ടു വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ മരമൊക്കെ നിൽക്കുന്നതും എല്ലാമൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഈ ബ്രഹ്മരക്ഷസിൻ്റെ ആ ഒരു വാർഷികം ഈ ഒക്ടോബർ 24-ാം തീയതിയാണ്. കണ്ടില്ലേ, നമ്മൾ ഓടൊക്കെ അടുക്കി വെക്കുകയാണ്. അപ്പം അച്ഛനുണ്ട്, അച്ഛൻ അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, പിന്നെ നമ്മുടെ തന്നെ അച്ഛൻ്റെ ഒരു അപ്പച്ചിയപ്പനുണ്ട്, പിന്നെ നമ്മുടെ ബ്രദറുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ. എന്താല്ലേ, ഞങ്ങളെല്ലാവരും, അതുപോലെ എൻ്റെ അച്ഛനും അച്ചാമ്മയും അമ്മയും, എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പം 5 വർഷം കഴിഞ്ഞു. അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച ഞങ്ങളുടെ വീടാണ് ഈ കാണുന്നത്. എന്തായാലും ഇതിലും നല്ലൊരു വീട്ടിലേക്ക് നമുക്ക് താമസം മാറാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ ഇരിക്കുക. അപ്പോൾ അത് കാരണമാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. അപ്പോൾ എല്ലാവരും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ ആ ഒരു പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിള്ളേരൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. അതുപോലെ തന്നെ ആ പറ്റയിൽ നിന്ന് കല്ല് വെറുക്കുന്നത് ഇതാണ് എൻ്റെ മോൻ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.